സ്നേഹപ്പെട്ട എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. നിങ്ങൾക്കുള്ള സുഭിക്ഷം അവരുടെ ദുർഭിക്ഷത്തിന് ഉതകട്ടെ. 2 കൊരിന്ത്യർ 8:12 വാക്യം. നാം പാഴാക്കുന്ന പ്രശ്നത്തിൻ്റെ അളവ് നോക്കിയാൽ സമ്പത്തിന് ധാരാളത്തെ ഒരു പ്രശ്നമേ അല്ല. സ്കൂൾ പ്രോജക്റ്റിൻ്റെ പിന്നാലെ തത്വം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനത്തിൽ പരാമർശിക്കുന്ന പോലെയാണ്. മക്കതോന്യയിലുള്ള സഭ കഷ്ടം അനുഭവിക്കുന്നു എന്ന് അദ്ദേഹത്തെ മനസ്സിലായി. അതുകൊണ്ട് താൻ കൊരിന്ത്യയിലുള്ള സഭയുടെ അവരുടെ സമൃദ്ധി മറ്റുള്ളവർ ആവശ്യങ്ങൾ പോകാൻ ആവശ്യപ്പെട്ടു. 2 കൊരിന്ത്യർ 8:13 വാക്യം. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം സഭകൾ തമ്മിലൊരു സമത്വം കൊണ്ടുവരേണ്ടതായിരുന്നു. അങ്ങനെ ചിലർക്ക് ധാരാളവും മറ്റു ചിലർക്ക് കുറവുണ്ടാവില്ല. പൗലോസ് കൊരിന്ത്യ സഭ അവർക്ക് നൽകുന്നതിലൂടെ ദരിദ്രരാകണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല, മറിച്ച് അവർക്കും വരുന്ന ആളുകളിൽ ആവശ്യം നേടാൻ സാധ്യതയുണ്ടാകാം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മക്കതോന്യക്കാരുടെ മനസ്സിലവും ഉദാരതയും കാണിപ്പാൻ ആവശ്യപ്പെടുന്നു. ആവശ്യത്തിരിക്കുന്ന മറ്റുള്ളവരെ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും പങ്കുവെക്കാനുണ്ടോ എന്ന് ശോധന ചെയ്യാം. നാം നൽകുന്നത് വലുതോ ചെറുതോ ആകട്ടെ, ഒരിക്കലും പാഴാകില്ല. മറ്റ് ഗ്രൂപ്പിലൂടെ വ്യക്തികളിലൂടെ ദൈവം നിങ്ങളുടെ ആവശ്യത്തെ നിറവേറ്റി എങ്ങനെയാണ് സമാനമായ ഔദാര്യം നിങ്ങൾക്ക് എങ്ങനെ കാണിക്കുവാൻ സാധിക്കും? പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, മറ്റുള്ളവരുടെ ആവശ്യം കാണുവാൻ എന്നെ ഉണർത്തണമേ. അങ്ങനെ അവിടുന്ന് തന്ന നന്മകളെ പകരുവാൻ ഞാൻ പ്രാപ്തനാകും. എൻ്റെ ആവശ്യങ്ങളിൽ അങ്ങേ സ്നേഹിക്കുന്നവർ മുഖേന എന്നെ കരുതും എന്ന് അങ്ങിൽ ആശ്രയിപ്പാൻ എന്നെ സഹായിക്കണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നിറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.